സുവർണ അത്യാഗ്രഹം കർഷകന്റെ വിഡ്ഢിത്തം. പണ്ട് ഒരു എളിയ ഗ്രാമത്തിൽ ഒരു പാവപ്പെട്ട കർഷകൻ ജീവിച്ചിരുന്നു. എല്ലാ ദിവസവും അവൻ തന്റെ ഭൂമിയിൽ അധ്വാനിച്ചു കുടുംബത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ടു. ഒരു ദിവസം രാവിലെ തന്റെ മൃഗങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനിടയിൽ കർഷകൻ തന്റെ ആട്ടിൻകൂട്ടത്തിനിടയിൽ ഒരു പ്രത്യേക വാത്തയെ കണ്ടെത്തി. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഗോസിന് സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന തൂവലുകൾ ഉണ്ടായിരുന്നു. അവനെ അത്ഭുതപ്പെടുത്തി. അടുത്ത ദിവസം കർഷകൻ ഗോസിന്റെ കൂട്ടിൽ ഒരു സ്വർണ്ണമുട്ട കണ്ടെത്തി. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഒരു അത്ഭുതമാണെന്ന് കരുതി. ദിവസം കഴിയുന്തോറും ആ വാത്ത ഒരൊറ്റ പൊന്മുട്ട ഇട്ടു. കർഷകൻ ഈ മുട്ടകൾ വിറ്റു. താമസിയാതെ തന്റെ വന്യമായ സ്വപ്നങ്ങൾക്കപ്പുറം സമ്പന്നനായി. അവന്റെ ഭാഗ്യം നാടകീയമായി മാറി. എന്നാൽ അവന്റെ സമ്പത്ത് വളർന്നപ്പോൾ അവന്റെ അത്യാഗ്രഹവും വർദ്ധിച്ചു. വാത്തയുടെ ഉള്ളിൽ ഇനിയും എത്ര സ്വർണ്ണമുട്ടകൾ ഉണ്ടെന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങി. കൂടുതൽ ആഗ്രഹം അവനെ ദഹിപ്പിച്ചു. ഒരു രാത്രി തന്റെ അത്യാഗ്രഹം നിയന്ത്രിക്കാൻ കഴിയാതെ കർഷകൻ കടുത്ത നടപടിയെടുക്കാൻ തീരുമാനിച്ചു. വാത്തയ്ക്കുള്ളിൽ സ്വർണ്ണമുട്ടകളുടെ ഒരു വലിയ നിധി ഉണ്ടായിരിക്കണമെന്ന് അദ്ദേഹം അനുമാനിച്ചു. കനത്ത ഹൃദയത്തോടെ അയാൾ ഒരു കത്തിയെടുത്ത് ഉറങ്ങിക്കിടക്കുന്ന ഗോസിന്റെ അടുത്തെത്തി. രണ്ടാമതൊന്നാലോചിക്കാതെ എല്ലാ സമ്പത്തും ഒറ്റയടിക്ക് പുറത്തെടുക്കാമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ഗോസിനെ കൊന്നു. അവന്റെ ഞെട്ടലും ഭയാനകതയും ഗോസിന്റെ ഉള്ളിൽ മറ്റേതൊരുപോലെ തന്നെ ആയിരുന്നു. സ്വർണ്ണമുട്ടകളുടെ കൂമ്പാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അത്ഭുത പക്ഷിയുടെ നിർജീവ ശരീരം മാത്രം. കർഷകൻ തകർന്നു. അവന്റെ അത്യാഗ്രഹത്തിൽ അവൻ തന്റെ പുതുതായി കണ്ടെത്തിയ സമ്പത്തിന്റെ ഉറവിടം തന്നെ നശിപ്പിച്ചു. പശ്ചാത്താപമല്ലാതെ തന്റെ സമ്പത്തിൽ ഒന്നും കാണിക്കാനില്ലായിരുന്നു. ഗ്രാമവാസികൾ കർഷകന്റെ വിഡ്ഢിത്തം കേട്ട് അവനോട് സഹതപിച്ചു. അവന്റെ അടങ്ങാത്ത അത്യാഗ്രഹം തനിക്ക് എല്ലാം നഷ്ടപ്പെടുത്തിയെന്ന് അവർ മനസ്സിലാക്കി. ഒരു മുന്നറിയിപ്പ് കഥയായി. മുമ്പത്തേക്കാൾ ദരിദ്രനായ കർഷകൻ കഠിനമായ പാഠം പഠിച്ചു. തന്റെ അതൃപ്തിയും അത്യാഗ്രഹവുമാണ് തന്നെ നാശത്തിലേക്ക് നയിച്ചതെന്ന് അയാൾ മനസ്സിലാക്കി. അവൻ തന്റെ വഴികൾ മാറ്റുമെന്ന് പ്രതിജ്ഞയെടുത്തു. കാലക്രമേണ ജീവിതത്തിന്റെ ലളിതമായ സന്തോഷങ്ങളെ വിലമതിച്ചുകൊണ്ട് അവൻ തന്റെ ഭൂമിയിൽ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. തന്റെ തെറ്റിൽ നിന്ന് അവർ പഠിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം തന്റെ കഥ മറ്റുള്ളവരുമായി പങ്കുവച്ചു. സംതൃപ്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പലരെയും പഠിപ്പിക്കുന്ന സുവർണ വാത്തയുടെ കഥ വളരെ ദൂരത്തേക്ക് വ്യാപിച്ചു. അത്യാഗ്രഹം പലപ്പോഴും നേട്ടങ്ങളിലേക്കല്ല, നഷ്ടത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ആളുകൾ മനസ്സിലാക്കി. ഒരിക്കൽ നിസ്സാരമായി കരുതിയിരുന്ന ലളിതമായ കാര്യങ്ങളെ വിലമതിച്ചുകൊണ്ട് കൃതജ്ഞതയുടെ നവോന്മേഷത്തോടെ കർഷകൻ തന്റെ ദിവസങ്ങൾ ജീവിച്ചു. അങ്ങനെ അവന്റെ കഥയുടെ ജ്ഞാനത്താൽ ഗ്രാമം അഭിവൃദ്ധി പ്രാപിച്ചു. ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.